അപ്പോൾ നോക്കൂ, ഒരു ശരീരം, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അന്നമയമാണെന്ന് പറയും. അന്നമയമായതുകൊണ്ടാണ് അന്നം കഴിച്ചില്ലെങ്കിൽ ഇത് ശോഷിച്ചു പോകുന്നത്. അന്നം കഴിച്ചില്ലെങ്കിൽ ശോഷിച്ചു പോകും, അന്നം കഴിച്ചാൽ പോഷിക്കപ്പെടും, അങ്ങനെയാണല്ലോ. മാത്രമല്ല ഇത് അന്നമാണ് എപ്പോൾ മരിച്ചാൽ. ആർക്ക്? സൂക്ഷ്മജീവികൾ. അപ്പോൾ സൂക്ഷ്മജീവികൾ നോക്കുമ്പോൾ മരിക്കുന്ന ഓരോന്നും മറ്റൊരു ജീവിയുടെ അന്നമാണ്. നമ്മളിപ്പോൾ ഒരു അന്നമാണ്. നമ്മൾ ഉറുമ്പിൻ്റെ, പാറ്റയുടെ ഒക്കെ അന്നാണ്. പക്ഷെ ഇപ്പം അത് അന്നമല്ല. എന്തുകൊണ്ട് അന്നമല്ല? ശരീരത്തിൽ ജീവൻ ഇരിക്കുന്നുണ്ട്. ശരീരത്തിൽ ജീവൻ ഇരിക്കുന്നുണ്ട്, ശരീരം മറ്റ് ജീവജാലങ്ങളാൽ ആക്രമിക്കപ്പെടുന്നില്ല. അതാണല്ലോ അതിൻ്റെ പ്രൊട്ടക്ഷൻ. അതാണ് കുലസങ്കേത പാലിനി എന്ന് ലളിതാ സഹസ്രനാമം പറയുന്നത്. കുലം എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥമുണ്ട്. കുലത്തെ പാലിക്കുന്നവൾ ആണ്, കുലരക്ഷ ചെയ്യുന്നവളാണ്. ശരീരരക്ഷ ചെയ്യുന്നവൾ ആരാണ്? ജീവൻ. ആ ജീവൻ നഷ്ടപ്പെട്ടാലോ? ജീവൻ നഷ്ടപ്പെട്ടാൽ ഇത് വെറും അന്നാണ്, മറ്റ് ജീവജാലങ്ങൾക്ക് കഴിക്കാം. അതുപോലെ എപ്രകാരമാണോ ഒരു ശരീരത്തെ കുണ്ഡലിനി പാലിക്കുന്നത്, അതുപോലെ ഒരു കുടുംബത്തെ, ഒരു കുലത്തെ കുലദേവത പാലിക്കുന്നു. സ്വന്തം ശരീരമായി കണ്ടുകൊണ്ട്. സ്വന്തം ശരീരമാണ് ആ കുലം. എപ്പോഴെങ്കിലും ആ കുലദേവതയ്ക്ക് ശോഷണം സംഭവിച്ചാൽ, എപ്രകാരമാണോ ശരീരത്തിൽ നിന്ന് ജീവൻ പോയാൽ അത് മറ്റ് ജീവജാലങ്ങൾ ആക്രമിക്കുന്നത്, അതുപോലെ പുറത്തു നിന്നുള്ള ബാഹ്യശക്തികൾ ഈ കുലത്തെയും ആക്രമിക്കും, കുലത്തെ ഇല്ലാതെയാക്കും. അതുകൊണ്ട് കുലദേവത വളരെ പ്രധാനപ്പെട്ടാണ്. മനുഷ്യൻ്റെ അവൻ്റെ തന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൻ്റെ തന്നെ പ്രാണനെ നമ്മൾ കുലദൈവം എന്ന രീതിയിൽ ആരാധിക്കുന്നു. അതെ, ധർമ്മദൈവം ഇത് തന്നെയാണോ? അതെ, ധർമ്മത്തെ കാക്കുന്നതാണ് ധർമ്മദൈവം. ധർമ്മോ രക്ഷതി രക്ഷിത എന്നല്ലേ പറയാം. ധർമ്മം രക്ഷിച്ചാൽ, ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം രക്ഷിക്കും. പക്ഷേ നമുക്ക് ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇതെല്ലാം കൂടുതലും കേരളത്തിൽ ദേവി ആരാധന, പ്രത്യേകിച്ച് ഭദ്രകാളി ആരാധനയായിട്ടാണ് കൂടുതലും കുടുംബങ്ങളിൽ വരുന്നത്. ഈ പ്രധാനമായിട്ടും അതായത് ഈ ദേവി ആരാധന ഇത്രമാത്രം കേരളത്തിൽ അല്ലെങ്കിൽ വരാനുള്ള കാരണം എന്താ? കേരളം ഒരു ദേവിയുടെ സ്ഥലമാണ്. അതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ നോക്കിയാൽ ദുർഗാലയങ്ങൾ അത് കാണാം. അത് മാത്രമല്ല, മലയുടെ മുകളിലൊക്കെ വസിക്കുന്ന ദേവിയാണ് കാണാം. ഇപ്പം നമ്മൾ ഇതിൽ പറയും സഹ്യപർവ്വതത്തിൻ്റെ മേലെ വസിക്കുന്നവൾ മലയാചലവാസിനി എന്ന് പറയും. മലയാചലവാസിനി ആയിരിക്കുന്നവൾ മലയാള ഭഗവതി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മലയാളത്തിൻ്റെ ഭഗവതി ആയിരിക്കുന്നവൾ മലയാചലവാസിനിയാണ്. ഏറ്റവും കൂടുതൽ വനത്തിൽ താമസിക്കുന്ന ആൾക്കാർ, ആദിവാസികൾ, അവരൊക്കെ ദേവിയാണ്. അതെ, കാരണം പ്രാചീനമായ ശൈലി, അവരുടെ രീതികൾ വേറെയാണെന്നേ ഉള്ളൂ. തന്ത്രസേന അവരുടെ രീതിയിലുള്ള തന്ത്രങ്ങളുണ്ട്, രീതികളുണ്ട്. അതെല്ലാം ഈ കേരളത്തിൽ ഇതുപോലെ ഇങ്ങനെ വർദ്ധിച്ചു വരാനുള്ള പ്രധാന. കേരളത്തിലല്ല, ഭാരതത്തിലെല്ലായിടത്തും ശാബരം എന്നാണ് ഇനി പറയാം. കാട്ടിൽ താമസിക്കുന്നവർ ശാബരം, അതാണ് ശബരിമല എന്നൊക്കെ പേര് വരാങ്ങ. ശാബരമാണ്. ശാബര രീതിയിൽ ഏറ്റവും കൂടുതൽ ഉപാസിക്കപ്പെടുന്നത് ദേവിയാണ്. കാരണം ശാബരി ആയിരിക്കുന്നവൾ ദേവിയാണ്. അതുകൊണ്ട് ദേവി ഇപ്പം മാളികപ്പുറത്തമ്മ ശാബരിയാണ്. അപ്പോൾ അതുപോലെ കാടാമ്പുഴ ഭഗവതി ശാബരിയാണ്, മലയാലപ്പുഴ അമ്മ ശാബരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ശാബരിയാണ്. കാട്ടിൽ വസിക്കുന്നവരുടെ കുറത്തി എന്നൊക്കെ പറയുന്നു. വടക്കോട്ട് പോകുമ്പോൾ കുറത്തി, കൊട്രവൈ. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ കൊട്രവൈ സമരദേവതയാണ്. കൊട്രവൈ യുദ്ധദേവതയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ മലയാളികൾക്ക് വളരെയധികം പരിചയം. ഇപ്പോൾ മലയാളത്തിൻ്റെ ഭരദേവത ആരാ? കുലദേവത കൊടുങ്ങല്ലൂരമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ കുലഭരദേവത കൊടുങ്ങല്ലൂരമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് കൊടുങ്ങല്ലൂർ കാവ്. അങ്ങനെ ഇപ്പോൾ നോക്കുമ്പം മലയാളികൾക്ക് വളരെ ഭേദ്യമായ ബന്ധം ദേവി ആരാധനയായിട്ട്. കൂടുതലും കാശ്മീരി ശൈവസുമായി ബന്ധപ്പെട്ടിട്ടാണ് കേരളത്തിലെ ഈ താന്ത്രിക ആരാധന അല്ലെങ്കിൽ ദേവി ആരാധനയ്ക്ക് ഇത്രയും പ്രാധാന്യം വരാൻ? അല്ല, കാശ്മീര ശൈവം കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ ദേവി ആരാധന വളരെ പ്രബലമാണ്. കാശ്മീര ശൈവത്തിൻ്റെ കടന്നുവരവ് ഉണ്ടാവുന്നത് കാശ്മീര ശൈവ ബ്രാഹ്മണർ കേരളത്തിലേക്ക് കടന്നു വരുന്ന സമയത്താണ്. അഭിനവ്താചാര്യൻ്റെ കൃതികളൊക്കെ കേരളത്തിൽ സംരക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്യും. അതെ, അതിനുശേഷം അതൊക്കെ വളരെയധികം സംരക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം കാശ്മീര ശൈവത്തിൻ്റെ വലിയ ഇൻഫ്ലുവൻസ് കേരളത്തിൻ്റെ തന്ത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ശാക്തേയ കാവുകൾ, 13 ശാക്തേയ കാവുകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒഴിച്ചാൽ കേരളം കാശ്മീര ശൈവത്തിൻ്റെ പ്രഭാവത്തിൽ പെടുന്നതിന് മുമ്പ് തന്നെ ഒരു ദേവീസ്ഥാനാണ്, അതിൽ സംശയമില്ല. അപ്പോൾ ഇവിടുത്തെ ഈ കാർഷിക സംസ്കൃതിയാണ് ഇതിന് ഏറ്റവും പ്രാധാന്യമുള്ളത്
ഇതുപോലെ ദേവി ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ അങ്ങനെ വല്ല അതെ, കൃഷിയുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഉർവര ദേവതകളാണ്. കാരണം കൃഷി ഉണ്ടെങ്കിൽ മാത്രമേ, കൃഷിക്ക് വരുമാനം കൂടുതലുണ്ടെങ്കിൽ മാത്രമേ അവന് മറ്റു കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. കൃഷിയെ അടിസ്ഥാനപ്പെടുത്തി ആവശ്യത്തിൻ്റെ ഭക്ഷണം ലഭിച്ചു, ആ ഭക്ഷണം ലഭിച്ചതിന് ശേഷം സ്വതന്ത്രമായിട്ട് ഇരിക്കാൻ സമയം കിട്ടും, സ്വതന്ത്രമായിട്ട് ഇരുന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ കാര്യങ്ങൾ. അതെ 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 അതെ. ഇപ്പം ചേലാട്ട് അച്യുതമേനോനൊക്കെ എഴുതിയ കാളി സങ്കല്പം, കേരളത്തിലെ കാളി സങ്കല്പത്തൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള അയ്യപ്പനും കാളിയും വളരെ പ്രധാനമായിട്ട് ഉപാസിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഇത് രണ്ടും ഊർവര ദേവതകളാണെന്നുള്ളതാണ്. അപ്പോൾ ഊർവര സംസ്കൃതിയിൽ തീർച്ചയായിട്ടും കാളിക്ക് വലിയ പങ്കുണ്ട്, അത് സംശയമില്ലാതെ. കാരണം കാളി ഊർവരതയുടെ ഏറ്റവും ശക്തമായ പ്രതീകമാണ്. അതെ, ക്രിയേറ്റിവിറ്റിയുടെ. അതുപോലെ ഈ ശിവക്ഷേത്രവും ഭദ്രകാളി ആരാധനയും തമ്മിലൊരു ബന്ധമില്ല. ശിവക്ഷേത്രങ്ങൾ ഈ പറഞ്ഞ പോലെ, ഇപ്പോൾ കാളി എന്ന് പറഞ്ഞ സമയത്ത് ഒരിക്കലും അതിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു പേര് ശിവൻ എന്നുള്ളതാണ്. താന്ത്രികരെ സംബന്ധിച്ച് ശിവകാളി പുരുഷപ്രകൃതി പോലെ, സാഖ്യരുടെ പുരുഷപ്രകൃതി പോലെ ആണ് ശിവനും ശക്തിയും എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഇനി അല്ല, കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുരാണത്തിൽ നിന്നൊക്കെ സൂചന എടുത്തുകൊണ്ട് നല്ലച്ഛനും മകളും എന്നുള്ള കോൺസെപ്റ്റിലൊക്കെ കേരളത്തിൽ, അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയൊക്കെ പറഞ്ഞാൽ നല്ലച്ഛൻ്റെ തിരുമകൾ എന്നാണ് പറയുക. അത് ആ പുരാണ കഥയുമായി ബന്ധപ്പെട്ട് ദക്ഷയാഗം, സതി, കാളിയുടെ ഉൽപ്പത്തി, അങ്ങനെയൊക്കെയാണ് ആ കഥ. എന്നാൽ പോലും താന്ത്രികർ കണക്കാക്കുക, ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ പോലും കണക്കാക്കുക ശക്തിയായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിവൻ ഉണ്ടായേ പറ്റൂ. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ ആരാധന സമ്പ്രദായമുണ്ട്, തന്ത്രശാസ്ത്രമുണ്ട്. വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച് കല്ലും വെച്ച് വിളക്ക് കത്തിക്കുന്ന സമ്പ്രദായം, അതും തുടരുന്നു. തമ്മിൽ എന്തെങ്കിലും പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ടോ? പ്രകടമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് രീതിയാണ്. ഒന്ന് വളരെ കൃത്യമായിട്ട് പറയാതെ, മനുഷ്യരാശി നേരത്തെ പറയാം, മാനവപ്രജ്ഞ വളരുന്ന കാലഘട്ടത്തിൽ അവൻ അറിയാവുന്നത് മലകളെയും ഇതിനെയും ഉപാസിക്കാനാണ്, അതിനുപാസിക്കാൻ. അപ്പോൾ എന്ത് വെച്ച് ഉപാസിക്കും? കൗളത്തിൽ നേരത്തെ പറഞ്ഞു മത്സ്യം, മാംസം, മുദ്ര എന്നൊക്കെ പറഞ്ഞു. എന്ത് വെച്ച് ഉപാസിക്കും? ഇപ്പോഴും നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ഗുരുവായൂരപ്പന് നമ്മൾ എന്താണ് നിവേദ്യമായിട്ട് കൊടുക്കുക? ഭക്ഷണമാണ്. എല്ലാ ദേവൻ്റെയും നിവേദ്യം എന്താ? ഭക്ഷണമാണ്. ഭക്ഷണം. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണമല്ലേ നിവേദ്യം, അല്ലേ? നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ ഒരു 2 ഹവാക്കർ ചെരുപ്പ് വാങ്ങി കൊണ്ടു കൊടുക്കല്ലോ ചെയ്യുക, കദളിപ്പഴം കൊണ്ടു കൊടുക്കല്ലേ ചെയ്യുക. അപ്പോൾ ഭക്ഷണമാണ് നിവേദ്യം. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇഷ്ടമുള്ള നിവേദ്യം എന്ന് പറയുന്നത് പാൽപ്പായസമാണ്. ഏറ്റവും നമ്മൾ പറയാം, അല്ലേ? പാൽപ്പായസമാണ്. എന്തുകൊണ്ട് കഞ്ഞി ആവുന്നില്ല? കഞ്ഞി ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെട്ട, ഗുരുവായൂരപ്പന് കഞ്ഞി നിവേദിക്കുക. എന്താ കൊടുക്കാത്തത്? കാരണം പാൽപ്പായസം ഒന്ന് മധുരമുള്ളതാണ്, ശ്രേഷ്ഠത കൂടിയാണ്. എങ്ങനെയാണ് ശ്രേഷ്ഠത കൂടുന്നത്? ശ്രേഷ്ഠത കൂടുന്നത് അതിന് വില കൂടിയതുകൊണ്ടാണ്. ഒരു കാരണം സ്വാദാണ് വില കൂട്ടുന്നത്, അലഭ്യതയാണ് വില കൂട്ടുന്നത്. ഡിമാൻഡാണല്ലോ ഒരു സാധനത്തിന്, മനുഷ്യന് ആവശ്യമായിട്ടുള്ള. അതെ. അപ്പോൾ ഉദാഹരണത്തിന് ഗുരുവായൂർ അമ്പലം സ്വർണ്ണമാണ് പൂശുക, ആരും ഇരുമ്പ് പൂശാറില്ല. ഇരുമ്പിൻ്റെ കൊടിമരം എന്നാരും പറയാറില്ല, സ്വർണ്ണ കൊടിമരം. എന്താ സ്വർണ്ണത്തിൻ്റെ പ്രത്യേകത? സ്വർണ്ണം വില കൂടിയതാണ്. വില കൂടിയ സാധനമാണ് അപ്പോൾ ഭഗവാന് കൊടുക്കേണ്ടത്, സംശയമില്ലല്ലോ അക്കാര്യത്തിൽ. വില കൂടിയതാണ് മനുഷ്യന് ഇഷ്ടവും. കൊടുക്കേണ്ട. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, നമുക്ക് ഇഷ്ടമുള്ളതാണല്ലോ ഭഗവാന് കൊടുക്കുക, നമുക്ക് വേണ്ടാത്തതല്ലോ. അങ്ങനെയെങ്കിൽ പ്രാചീനമായിട്ടുള്ള ഒരു നായാടി തിന്ന് നടക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വില കൂടിയ സാധനം എന്താ? ഇറച്ചിയായിരിക്കും. ഇറച്ചി. എന്തുകൊണ്ടാണ് ഇറച്ചിയാവുന്നത്? ഇറച്ചി കിട്ടണമെങ്കിൽ ജീവൻ പോവും. ചിലപ്പോൾ മണ്ണിൽ കുഴിച്ചിട്ട അല്ലെങ്കിൽ മണ്ണിലിരിക്കുന്ന കിഴങ്ങെടുക്കാൻ ജീവൻ പോകേണ്ട കാര്യമില്ല. ഒരു മീൻ പിടിക്കണമെങ്കിൽ അത്രയധികം ശ്രമം നടത്തണം. അപ്പോൾ പൈസ അഥവാ കറൻസി ഇല്ലാത്ത കാലഘട്ടത്തിൽ എഫേർട്ടായിരുന്നു കറൻസി. എന്ന് വെച്ചാൽ നമ്മുടെ ശ്രമമാണ് മൂല്യം. ഏറ്റവും ശ്രമകരമായിട്ട് നമ്മൾ ആർജിച്ച ഒന്ന് ഭഗവാന് കൊടുക്കുമ്പോഴാണ് നമുക്ക് ശ്രേഷ്ഠത ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ മത്സ്യവും മാംസവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഓഫറിംഗ് ആണ് ഈ സംസ്കൃതികളിൽ. ആ കറൻസി കണ്ടുപിടിക്കാതിരുന്ന കാലഘട്ടത്തിൽ അതെ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഓഫറിംഗ് ആണ്. ബാർട്ടർ സിസ്റ്റം. അത് തുടർന്നു വന്നു. അത് കഴിഞ്ഞ് കൃഷിയുടെ കാലം ആരംഭിച്ചു. കൃഷിയുടെ കാലം ആരംഭിച്ച സമയത്ത് കൃഷി ചെയ്ത വസ്തു കൊടുക്കുക, അതിനാണ് മുദ്ര എന്ന് പറയാം. അത് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി വേറൊരു സാധനം പറഞ്ഞു, മദ്യം. എന്താ മദ്യം? ഈ മുദ്ര വാറ്റിയെടുക്കുന്നതാണ്. അതും വിശിഷ്ടമായ പാനീയമാണ്, എളുപ്പമല്ല ഉണ്ടാക്കാൻ. എത്രയോ അരി അല്ലെങ്കിൽ എത്രയോ ഗോതമ്പ്
അല്ലെങ്കിൽ ബാർലി അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് ധാന്യമാണോ അത് എത്ര വേണം കുറച്ച് മദ്യം ലഭിക്കാൻ? ആലോചിച്ച് നോക്കണം. അപ്പോൾ വലിയൊരു പ്രോസസ്സിന് ശേഷം ഫെർമെൻറ്റേഷനും ഇതിനൊക്കെ ശേഷമാണ് ഒരല്പം മദ്യം കിട്ടുക. അത് അത്രയും ശ്രേഷ്ഠമാണ്. മദ്യം വലിയ വില കൂടിയ സാധനമാണല്ലോ. അപ്പോൾ ആ മദ്യം ഇമ്പോർട്ടൻ്റ് ആവുന്നു കൊടുക്കാൻ. പ്രാചീന മനുഷ്യൻ്റെയും ചിന്താരീതിയിൽ ഇതെല്ലാം ശ്രേഷ്ഠമായതിന് വേറൊരു മാനം കൽപ്പിക്കേണ്ടതില്ല. പിന്നെ അടുത്ത കാര്യം എന്താണ്? മൈഥുനാണ്. മൈഥുനം എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീ പുരുഷ സമാഗമം. എന്താണ് കാരണം? പ്രകൃതി പുരുഷ സങ്കല്പത്തിലാണ് മലയെയും വയലിനെയൊക്കെ യോനി രൂപത്തിലും ലിംഗരൂപത്തിലും ആരാധിച്ചിരിക്കുന്നത്. ഒരു വയലിലേക്ക് ഊർവരത കടന്നു വരിക. ആ ഊർവരത കടന്നു വരുന്നത് എങ്ങനെയാണ്? അത് ഉഴുമ്പോഴാണ്. ഉഴുന്ന് എന്ത് വെച്ചിട്ടാ? കലപ്പ വെച്ചിട്ട്. ഇന്നും നിങ്ങൾ മധ്യപ്രദേശിലൊക്കെ പോയാൽ ശിവക്ഷേത്രങ്ങളിൽ കലപ്പ വെച്ചിരിക്കുന്നതാണ്. കലപ്പ ശിവലിംഗ പ്രതീകമാണ്. ലിംഗം ഉണ്ടാവില്ല, കലപ്പ, വെറും കലപ്പ. കലപ്പയാണ് പ്രാർത്ഥിക്കുക പോയിട്ട്. കലപ്പയാണ് അവിടുത്തേത്. ആ അതെ. അപ്പം കലപ്പ എന്താ? കലപ്പ ലിംഗപ്രതീകമാണ്. കലപ്പ എന്താ ചെയ്യുന്നത്? പ്രകൃതിയിൽ ഊർവരത കൊണ്ടുവരുന്നു. അപ്പോൾ ഊർവരത കൊണ്ടുവരുന്നത് ലിംഗമാണ്. എങ്ങനെ? സ്ത്രീ യോനിയിൽ ഊർവരത കൊണ്ടുവന്ന് അത് കുഞ്ഞായി മാറ്റുന്നത് പുരുഷലിംഗമാണ് എന്നുള്ള പോലെ തന്നെ ആ ഊർവരതയെ വഹിക്കുന്നതാരാ? ആ ഊർവരതയെ വലിച്ചു കൊണ്ടുവരുന്ന ആരാ ഭൂമിയിലേക്ക്? കാള. അപ്പം ശിവവാഹന ആരാ? നന്ദി. ശിവൻ്റെ വാഹനം നന്ദിയാവുന്നത് അതിനെ കൊണ്ടാണ്. ശിവൻ്റെ വാഹനം നന്ദിയാണ്. ശിവലിംഗ പ്രതീകമായിട്ട് ഇതുണ്ട്. ശിവൻ ഊർവരതയുടെ ദേവനാണ്. നോക്കൂ, മണ്ണിലുള്ള, ആകാശത്തു നിന്നും വന്ന ഒരു ദർശനമല്ല, മണ്ണിൽ പൊട്ടി മുളച്ച് മണ്ണിൽ വളർന്ന് പന്തലിച്ച ഒരു ദർശനമാണ് കുലം അല്ലെങ്കിൽ സനാതനം. അതെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പ്രോസസ്സ്, നിലമുഴുന്ന പ്രോസസ്സ് ഫിസിക്കലി നടക്കുന്ന അങ്ങനെയാണെങ്കിൽ അത് ശരീരത്തിൽ സംഭവിക്കുന്നത് സ്ത്രീ പുരുഷ സമാഗമായിട്ടാണ്. എപ്രകാരമാണോ ഒരു വയലിലുണ്ടായിരിക്കുന്ന ഒരു വിത്ത് വളർന്ന് അത് പുതിയൊരു ഒരു ഫലം തരുന്നത്, അതുപോലെ തന്നെയല്ലേ ഞാനും എൻ്റെ ഇണയും ചേർന്ന് മറ്റൊന്നിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ശ്രേഷ്ഠല്ലേ? അത് വളരെ ശ്രേഷ്ഠമാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ക്രിയേറ്റിവിറ്റിയെയാണ് കുലം എന്ന് പറയുന്നത്. പുതിയ ചിന്തകളാണെങ്കിലാവാം, പുതിയ പ്രവർത്തനങ്ങളിലാവാം, അവൻ്റെ എഴുത്താവാം, അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങളാവാം, കഥയാവാം, കവിതയാകാം, ചിത്രരചനയാവാം. എന്തും പുതിയതായിട്ട് സൃഷ്ടിക്കുന്ന എന്തോ ഒരു വ്യക്തി അടങ്ങിയിരിക്കുന്നതാണ് അതിനെ ഊർവരത എന്ന് പറയാൻ സാധിക്കുന്നത്. ഏതായാലും ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിരിക്കുക രാമാനന്ദിക്ക് ഇടുക്കി മലയാള ഭാഷകൾക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആദ്യം നമുക്ക് വീണ്ടും കാണാം.